ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. പ്രീ പ്ലാനിങ്ങിനോ പഠിച്ചിട്ട് ചെല്ലുന്നതിനോ സ്ട്രാറ്റജീസിനോ അതിനേക്കാളൊക്കെ അതീതമായിട്ട് ഹ്യൂമൻ റിയാക്ഷൻസ് അല്ലെങ്കിൽ ഇമോഷൻസ് അതിന്റെയൊക്കെ ഒരു കളിയാണെന്ന് ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി. മനസ്സിലാക്കി കളഞ്ഞല്ലോ. പിന്നെ കരയത്തൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചൊക്കെ ചെന്നിട്ട് എനിക്ക് വലിയ ദിവസങ്ങളൊന്നും വേണ്ടി വന്നില്ല. അതൊക്കെ അങ്ങ് മാറി മറിഞ്ഞൊരു സ്വാഭാവികം തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. പീപ്പിൾ തിങ്ക് അബൌട്ട് മീ. അവരെന്നെ കുറിച്ച് പറയുന്നത് എന്താണ് അതിനെക്കുറിച്ച് ഞാൻ കെയർ ചെയ്യാറില്ല. ആണോ? ഭയങ്കര. ഇപ്പൊ തന്നെ എന്നോട് ഒരു 5 പ്രാവശ്യം ചോദിച്ചു എനിക്ക് വേറെ ഇരട്ട പേരുണ്ടോ, എനിക്ക് അതുണ്ടോ, എനിക്ക് ഇതുണ്ടോ, എനിക്ക് മറ്റതുണ്ടോ. സോ യു റിയലി ഡോണ്ട് കെയർ. നന്നായിട്ടുണ്ട്. റിയലി ഡോണ്ട് കെയർ. ഇപ്പൊ പ്രിൻസിപ്പൽ എന്നുള്ളൊരു പേരുണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. വേറൊരു പേരുണ്ടോ എന്നുള്ളതിന്റെ ക്യൂരിയോസിറ്റി മാത്രം. അങ്ങനെ ഒരു വിളിപ്പേരുണ്ടോ അല്ലെങ്കിൽ ഭയങ്കര മോശം ആ ക്യൂരിയോസിറ്റി ആണ് കെയർ. അവസാനം പല ഇൻസ്റ്റൻസിലും പറയുന്ന കമന്റ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടും അത് റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങളും അങ്ങനെ ലിസൺ ചെയ്യാത്ത പോലെ വിട്ട് കളയുന്നുണ്ട്. സോ ദിസ് അതിനൊന്നും ഇല്ലേ? ഇതിപ്പോ മസ്താനി പറഞ്ഞതാണെങ്കിലും ബിന്നി പറഞ്ഞതാണെങ്കിലും ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് അല്ലേ. അത് ചോദിക്കാൻ അവർക്ക് അറിയില്ല. അവരൊരു സിംഗിൾ കണ്ടസ്റ്റന്റ് ആണ്. കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ അവർ കുറെ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്ത പോലെ ഇത് ലെറ്റ് ഗോ ചെയ്തതാണോ, അവിടെ അവരെന്തുകൊണ്ട് വോയിസ് ഔട്ട് ചെയ്തിട്ടില്ല, താല്പര്യമില്ല. അങ്ങനെ എനിക്ക് പറ്റില്ല. നമ്മൾ സൊസൈറ്റി ലിവിംഗിന് പോയതല്ലോ. സൊസൈറ്റി ലിവിംഗിന് പോയ ആളല്ല, നമ്മൾ നാടിനെ നന്നാക്കാൻ പോയ ആളല്ല. എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ലക്ഷ്മിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം ഉണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട് എവിടെയെങ്കിലും. ഇപ്പൊ ഗെയിംസിലൊക്കെ ആറ്റിറ്റ്യൂഡ് കാരണം ഗെയിംസ് ഒക്കെ കുറച്ചൊന്നും അണ്ടർ റേറ്റഡ് ആയി പോയി തോന്നിയോ? ആറ്റിറ്റ്യൂഡ് കാരണമാണോ ലൈക്ക് അത് എനിക്ക് വെപ്രാളം അതാണോ ചോദിക്കുന്നത്? എവറിത്തിങ് ഇസ് ആൻ ആറ്റിറ്റ്യൂഡ്. കുറച്ച് പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. എനിക്ക് ലെമൺ ആൻഡ് സ്പൂണും ത്രെഡ് ആൻഡ് നീഡിലൊക്കെ സ്കൂളിലൊക്കെ സ്ഥിരം ഫസ്റ്റ് കിട്ടിക്കൊണ്ട് നല്ല സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കുറേ ഉണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് ആ ടൈമിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. തുണികളൊക്കെ എടുത്തെറിയുന്ന ഒരു ഹോബിയാണോ വീട്ടിൽ? റിയൽ ലൈഫിൽ ഇതിനെക്കാട്ടിലും ടഫാണ്. അതൊന്നും ഇവിടെ ഞാൻ എടുത്തിട്ടില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇത് എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. ഇതിന്റെ അപ്പുറം ഒരാളെ ഏകദേശം ഏത് ലെവൽ വരെ വരും? സത്യം പറഞ്ഞ ആശാന്റെ കഴി വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. ജബ്ബർ എന്തോ പുറകെ പോയി നിന്നു. അനു എന്തൊക്കെയോ ആദ്യം ഞാൻ അനുവിന്റെ സൈഡ് പറയുന്നില്ല. ലക്ഷ്മി അനുവിന്റെ കൂടെ അല്ലേ? അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. അനീഷ് എന്താ ചെയ്യുന്നത്? സേഫ് കാർഡ് എടുക്കുന്നത്. ഞാനൊരു സാധാരണക്കാരൻ എന്നുള്ളൊരു സാധനം. അത് സേഫ് കാർഡ് ആണോ? സാധാരണക്കാരൻ എത്ര സേഫ്റ്റി ഉണ്ടോ? നമ്മളൊക്കെ സാധാരണക്കാരാണല്ലേ. നിനക്കും അസുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. ആർഗ്യുമെന്റിൽ ആളും കയറി വരാറില്ല. ആളും നോക്കിയിട്ട് നല്ലോണം കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. അതായിരുന്നു സേഫ് കാർഡ് അനീഷിന് കൊടുക്കാൻ. അത് സേഫ് കാർഡ് ആണോ? അത് ബ്രില്യൻ കാർഡ് അല്ലേ? ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. അപ്പൊ എങ്ങനെയാ, ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?